ഹിന്ദുമതത്തിന്റെ ആസ്ഥാനമാകുമോ? കേരളം ഒഴിച്ചുള്ള ദക്ഷിണേന്ത്യയിലെ ക്രിസ്തീയ ഇവാഞ്ചലിസ്റ്റ് മതപരിവർത്തന ലോബികളുടെ ചില ചെയ്തികൾ വളരെ വിചിത്രമാണ്. ക്രിസ്തു മുരുകന്റെ വേഷത്തിലും ശിവന്റെ വേഷത്തിലും ദൈവത്തിൽ നിന്ന് ഗർഭം ധരിച്ച കന്യകയായ മറിയത്തെ പാർവതി, ലക്ഷ്മി, പാഞ്ചാലി എന്നിവരുടെ വേഷഭൂഷാദികളിലും ഉള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് കണ്ടാണ് ഈ ലേഖനം എഴുതിയത്. ഇവാഞ്ചലിസ്റ്റ് മതപരിവർത്തന ലോബികളിൽ നിന്ന് ഇനി എന്തെല്ലാം തമാശകൾ കേൾക്കാനും കാണാനും ഇരിക്കുന്നു. ആരോ ഒരാൾ മുമ്പ് എഴുതിയതായി കണ്ടു. റോമാ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന റോം പിന്നീട് ക്രിസ്തീയ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായി മാറിയെന്നു. ഇന്നത്തെ നിലയിൽ പോയാൽ അധികം വൈകാതെ തന്നെ റോം ഹിന്ദുമതത്തിന്റെ ആസ്ഥാനമായി മാറും എന്ന്. ആന്ധ്രയിലും തമിഴ്നാട്ടിലും മറ്റും നടക്കുന്ന ക്രിസ്തു മതത്തിന്റെ അപഹാസ്യമായ ഹൈന്ദവവൽക്കരണ തമാശ കണ്ടിട്ടാണ് ഇപ്രകാരം പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം വ്യക്തം, ഇതിന്റെ അർത്ഥം അവർ ഭാരതീയ വേദങ്ങളുടെ അപ്രമാദിത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഭാരതീയ വേദ ഇതിഹാസ പുരാണാദികളിൽ എവിടെയെങ്കിലും തങ്ങളുടെ ദൈവത്തിന്റെ നാമം, നബിയുടെ നാമം, യേശുവിന്റെ നാമം, യഹോവയുടെ നാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ അബ്രഹാമിക് മതങ്ങൾ കാണിക്കുന്ന വ്യഗ്രത ഒരുതരം മരണപ്രളം തന്നെയാണ്. വാസ്തവത്തിൽ ഭാരതീയ ദർശനങ്ങളുടെ അപ്രമാദിത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. അതിന്റെ പരിണാമം എന്താണെന്ന് നോക്കൂ. ക്രിസ്തുമതം വേദവിഹിതമാണെന്ന് വരുത്തി തീർത്തില്ല എങ്കിൽ അതിന് ശാസ്ത്രലോകത്തിനും ബൗദ്ധിക ലോകത്തും മാന്യതയും നിലനിൽപ്പുമില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രാചീന ഗോത്ര സംസ്കാരത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു ദർശനമാണ് യേശു കാഴ്ചവെച്ചത്. പരസ്പരം കൊന്നും തിന്നും കഴിഞ്ഞിരുന്ന ഒരു ഗോത്രസർഗ സംസ്കാരം ക്രിസ്തു എന്ന യേശുവിന്റെ വരവോടുകൂടി അവസാനിക്കുകയും അതിന്റെ മുഖച്ഛായ അടിമുടി മാറുകയും ചെയ്തു. എന്നിട്ടും അവർ ഭാരതീയ ദർശനങ്ങളുമായി കൂട്ടിമുട്ടിയപ്പോൾ അത് വെറുമൊരു വട്ടപൂജ്യമാണെന്ന് മനസ്സിലായി. ക്രിസ്തു ശരിക്കു പറഞ്ഞാൽ ഭഗവത്ഗീതയുടെയും ഉപദേശത്തെയും സാരാംശമാണ് ഉപദേശിച്ചതെങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുരോഹിതന്മാരെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന പാസ്റ്റർമാരെയും ഒക്കെ കാണാം. അവർ മാത്രമല്ല, പൗലോസ് എന്ന ക്രിസ്തുവിന്റെ ശത്രു, ക്രിസ്തുവിനെ പീഡിപ്പിച്ചിരുന്ന മനുഷ്യൻ ക്രിസ്തുവിന്റെ തിരോധാനത്തിന് 7 വർഷങ്ങൾക്ക് ശേഷം ഡമാസ്കസിൽ വെച്ച് ഞാൻ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞ് ആ മതം സ്വീകരിക്കുകയും മറ്റു ശിഷ്യന്മാരെയെല്ലാം നിരാകരിച്ചുകൊണ്ട് താനാണ് യഥാർത്ഥ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ക്രിസ്തുമതം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അത് വീണ്ടും ക്രിസ്തു ദർശനങ്ങളെ യഹൂദ മതവുമായി കൂട്ടിക്കെട്ടുകയാണ് ചെയ്യുകയുണ്ടായത്. ഏതായാലും ഇന്ന് ഇതൊക്കെ നോക്കുന്ന സമയത്ത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വട്ടപൂജ്യമാണ് ഇവരുടെ മതം എന്നവർക്ക് മനസ്സിലായി. അന്നു മുതൽ, അതായത് മക്കാളയുടെ കാലം മുതൽ തുടങ്ങിയതാണ് ഭാരതീയ വേദ പുരാണ ഇതിഹാസാദികളിൽ വെട്ടലും കൂട്ടലും തിരുത്തലും ചേർക്കലും മറ്റും. അങ്ങനെയാണ് ഈശോപനിഷത്തും യേശു പ്രജാപതിയും അർളോപനിഷത്തുകളും മറ്റും ഉണ്ടായത്. അത് വേദഭാഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഭഗീരഥ പ്രയത്നം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഋഷിഭൂമിയുടെ ഒരു ഭാഗ്യം നോക്കണേ, ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു. മോശപുരാണം എന്ന് പറഞ്ഞാൽ മോശമായ പുരാണം എന്നല്ല അർത്ഥം, മോശയുടെ പുരാണം. മോശ ഒരു കഥാപാത്രമാണ്. മോശ ആരാണെന്ന് ചോദിച്ചാൽ, ഈജിപ്റ്റ് മുതൽ കനാൻ ദേശം വരെയുള്ള ജനങ്ങളെ മുഴുവൻ തകർത്ത് യഹോവയുടെ ആഗ്രഹപ്രകാരം കൊന്ന് മുടിച്ച് കൊള്ള ചെയ്ത മഹാത്മാവാണ് മോശ. ഉള്ള വസ്തുക്കളുടെ കണക്കുകൾ പറയുന്നുണ്ട് ബൈബിളിൽ. സംഖ്യാപുസ്തകം എന്നൊരു പുസ്തകം, ഒരു അധ്യായം തന്നെയുണ്ട്. അതിൽ പറയുന്നുണ്ട് 37,000 പുരുഷനെ അറിയാത്ത കന്യകുമാരെ വീതം വെക്കുന്ന കഥം അതിൽ പറയുന്നുണ്ട്. അപ്പം ഇനിയും ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയായിരിക്കാം? അബ്രഹാപനിഷത്ത്, മോശപുരാണം, ദിവ്യഗർഭസ്തോത്രം, മറിയാ വിദ്യായന്ത്രം, ജ്ഞാനസ്നാനോപനിഷത്ത്, നബിമഹാത്മ്യ സ്തോത്രം, ശിശു സ്വയംവരോത്സവം, മരുമകൾ ഭോഗോത്സവം, മുക്കാലോപനിഷത്ത്, ഇങ്ങനെ അനർഗളമായ ദിവ്യഗർഭ പ്രവാഹങ്ങൾ തുടങ്ങിയവ കൊണ്ട് ഭാരതീയ സാഹിത്യം വിശ്വവിഖ്യാതവും കുപ്രസിദ്ധവുമാകാൻ പോകുന്നതേയുള്ളൂ.
അധികം താമസിയാതെ തന്നെ നമ്മുടെ നാൽക്കവലുകളിൽ 4 കഴുതുകളെ പൂട്ടിയ തേരിൽ ചമ്മട്ടിയേന്തി നിൽക്കുന്ന യേശുവിനെയും അല്ലെങ്കിൽ യഹോവയെയും കരിഷ്യേ വചനം തവ എന്ന് പറയുന്ന പാതിരിമാരെയും പാസ്റ്റർമാരെയും കാണാൻ ഇടവരും. എന്ന് പറഞ്ഞ് മുട്ടുകുത്തി നിൽക്കുന്ന പാതിരിമാരെയും പാസ്റ്റർമാരെയും നമുക്ക് കാണേണ്ടി വരും. എത്ര അപമാനം സഹിച്ചാലും ഒരു മതത്തെയും വിമർശിക്കരുത് എന്ന് പറയുന്ന മഹിളാമണികളും മഹാരഥന്മാരും നമ്മുടെ ഇടയിൽ അപ്പോഴും ഉണ്ടാകും. എല്ലാ ഭാരതീയ ദർശന ഇതിഹാസാദികളും എടുത്തു വെട്ടിയും കുത്തിയും തിരുത്തിയും വ്യഭിചരിച്ചും കൊണ്ടിരിക്കുന്ന ദിവ്യസഭ അനുയായികൾ, ഇവർക്കെല്ലാം തുണയായി പരസ്പരം പാരപണിതുകൊണ്ടിരിക്കുന്ന ലൈംഗികാഭാസ മതാവലംബികൾ, വലിച്ചെറിയുന്ന ഉച്ഛിഷ്ടം നക്കി ആസ്വദിക്കുന്ന കുറെ ഹിന്ദുക്കളും എവിടെ ഉണ്ടാകും എന്നത് തീർച്ച. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് യേശു. അതായത് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ദൈവത്തിന് പരിധി കൽപ്പിച്ചതോടുകൂടി ദൈവത്തിന് ഇനിയും പുത്രനെ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് യേശുവെങ്കിൽ അല്ലയോ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ആരാണ്? സാത്താന്റെ മക്കളോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ സാത്താന്റെ മക്കളായി. വാസ്തവം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഉച്ഛിഷ്ടം വാങ്ങി സേവിച്ചുകൊണ്ട് മതം മാറിയ ആൾക്കാരാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളെല്ലാം.